that your God is watching over you, your God is walking beside you. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയണമെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, അവൻ നമ്മെ പരിപാലിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. They were singing and saying, "The Lord is thy keeper." അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവർ പാടുന്നത്, യഹോവ എന്റെ പരിപാലകൻ. The Lord is standing on thy right side. അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് നിൽക്കുകയാണ്. Let it be any vulnerable side or any vulnerable season, the Lord shall walk beside you. ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും ദൈവം നമ്മോട് ചേർന്ന് നടക്കുന്നവനാണ്. Time will not suffice to talk about it. ഇതിനെക്കുറിച്ച് കൂടുതലായി ദീർഘമായി പറയുവാൻ സമയം അനുവദിക്കുന്നില്ല. Look at verse 7 and 8. 7-8 വാക്യങ്ങളിൽ Let me tell you the third thing there. മൂന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ. First thing, the Lord is watching over us. ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. That is his providence. അതാണ് അവന്റെ കരുതലിന്റെ. Secondly, the Lord is walking beside us. നമ്മോട് ചേർന്ന് നടക്കുന്നവനാണ് ദൈവം. That speaks about his presence with us. അവന്റെ സാന്നിധ്യമാണ് അത് വിളിച്ചറിയിക്കുന്നത്. But look at the next one. മൂന്നാമത്തെ കാര്യത്തിലേക്ക്, The Lord is working for us. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. That is his preservance for us. നമുക്ക് വേണ്ടിയുള്ള അവന്റെ ആ കരുതലാണ്. Verse 7 says, "The Lord shall preserve thee from all evil." യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. The evil is spoken there is of twofold, beloved. രണ്ട് കാര്യങ്ങൾ ദോഷത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. That evil coming in your life, he will prevent it. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദോഷം വരുമ്പോൾ അവൻ അതിനെ തടഞ്ഞു നിർത്തും. Or in case the evil has befallen you, he will protect you as you pass through the evil. നമ്മുടെ ജീവിതത്തിൽ ഒരു ദോഷം തട്ടിയാലോ അവൻ അതിന്റെ മധ്യത്തിൽ കൂടി നമ്മെ സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. The Lord shall preserve thee from all evil. നമ്മുടെ ജീവിതത്തിലെ ഒരു ദോഷവും തട്ടാതെ വേണം അവൻ പരിപാലിക്കുന്നത്. But that preservance of the Lord is threefold there. അവിടെ മൂന്ന് വിധത്തിലാണ് ദൈവത്തിന്റെ ആ പരിപാലനം നമുക്ക് അറിയാൻ. The Lord shall preserve thee from all evil, he shall preserve thy soul. യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. അത് മാത്രമല്ല, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. He is mindful of our soul. നമ്മുടെ പ്രാണനെ കുറിച്ച് അവന് അറിവുള്ളവനാണ്. Body, the mud, the dust will go to dust one day. നാം മരിച്ചു കഴിയുമ്പോൾ ഈ ശരീരം മർത്യമായിട്ടുള്ളത് മണ്ണിലേക്ക് ചേർക്കപ്പെടും. The preciousness of the soul is known by the Lord. ദൈവത്തിന് എന്നാൽ നമ്മുടെ പ്രാണന്റെ വില അറിയാവുന്നവനാണ്. He values it more than the riches of this world. ഈ ലോകത്തിന്റെ സകല മഹത്വത്തെക്കാളും ഒരു ആത്മാവിന്റെ വിലയെ കുറിച്ച് അവൻ അറിയാവുന്നവനാണ്. Your soul is precious. നിങ്ങളുടെ ആത്മാവ് അവനെ സംബന്ധിച്ചിടത്തോളം വിലയേറിയതാണ്. Your soul is precious. പ്രിയ സഹോദരി, നിങ്ങളുടെ പ്രാണൻ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലയേറിയതാണ്. Because God has created that. അതാണ് ദൈവം സൃഷ്ടിച്ചതാണിത്. Soul is an eternal thing, beloved. ദൈവത്തെ സംബന്ധിച്ച് അത് നിത്യമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. Soul is the thing that with which we can relate ourselves to God. നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയുന്നത് നമ്മുടെ ആത്മാവിൽ He കൂടിയാണ്. is mindful of our soul. നമ്മുടെ പ്രാണനെ സംബന്ധിച്ച് അവൻ കരുതലുള്ളവനാണ്. That means the Lord will preserve you and me spiritually. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ആത്മീയമായിട്ടുള്ള സംരക്ഷണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും He is തരും. mindful of your spiritual life and my spiritual എന്റെയും life. നിങ്ങളുടെയും ആത്മീയ ജീവിതത്തെ കുറിച്ച് ഏറ്റവും കരുതലുള്ളവനാണ് നമ്മുടെ ദൈവം. Oh, how carnality affected the lives of men and women. മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ ജീവിതത്തിൽ പല പ്രതികൂലങ്ങൾ കൂടി നമ്മൾ കടന്നു The പോകാറുണ്ട്. Lord wants spiritual people in you and me. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മീയരായിട്ടുള്ള ആളുകളെയാണ് ദൈവം The അന്വേഷിക്കുന്നത്. Lord shall preserve thy soul. നമ്മുടെ പ്രാണനെ അവൻ പരിപാലിക്കും. He doesn't want it to be destroyed or put into the hell. ഈ നിത്യനരകത്തിലേക്ക് ഈ പ്രാണനെ നശിപ്പിച്ചു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. Look at the second one. രണ്ടാമത്തെ കാര്യം, The Lord shall preserve thy going out and thy coming in. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും What do you പരിപാലിക്കും. mean by that? എന്താണ് അതിന്റെ അർത്ഥം? Every morning we do that. നമ്മൾ എല്ലാ ദിവസവും അതാണ് ചെയ്യുന്നത്. Every evening we do that. എല്ലാ വൈകുന്നേരത്തും നമ്മൾ അതാണ് ചെയ്യുന്നത്. മോനെ എവിടെ പോവാ? എവിടെ പോവാൻ മോനെ? Where are you going? മോളെ എപ്പോ വരും തിരിച്ച്? What time you will be coming back, daughter? Going out and coming in. നമ്മൾ പോവുകയും വരികയും It's ചെയ്യും. our day to day affair. നമ്മുടെ ജീവിതത്തിന്റെ ദിനചര്യയുടെ ഒരു ഭാഗമായി തീർന്നിരിക്കുക. Every time you go out and you come in. ഓരോ ദിവസവും നീ പുറത്തേക്ക് പോകുന്നു, മടങ്ങി വരുന്നു. That means Lord is not only preserving us spiritually but also continually. നമ്മളെ ആത്മീയമായിട്ട് സംരക്ഷിക്കുക മാത്രമല്ല, തുടർമാനമായിട്ട് എല്ലാ നിമിഷവും അവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കും. All routines of our life, the Lord is mindful of us. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചര്യകളെ കുറിച്ചും അവൻ അറിവുള്ളവനാണ്. And then he concludes and says there, thy coming in and thy going out from this time forth and forevermore. ഒടുവിലായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. The Lord is working for us. ദൈവം നമുക്ക് വേണ്ടി To പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. preserve us spiritually. നമ്മെ ആത്മീയമായിട്ട് സംരക്ഷിക്കുവാൻ To വേണ്ടി, preserve us continually. നമ്മെ തുടർമാനമായിട്ട് സംരക്ഷിക്കുവാൻ And വേണ്ടി, to preserve us eternally. നിത്യമായിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടി നമ്മെ അവൻ സൂക്ഷിക്കുക. Such a psalm they were singing.
ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് അവർ പാടി. And rejoicing in the Lord. ആ സങ്കീർത്തനം പാടി ദൈവത്തിൽ സന്തോഷം അനുഭവിക്കുക. Ascending to go to the house of God. ദൈവാലയത്തിലേക്കുള്ള ആ കയറ്റത്തിൽ അവരിതാണ് പാടിക്കൊണ്ടിരുന്നത്. To celebrate the feast of Jehovah. യഹോവയുടെ ഉത്സവങ്ങൾ ആചരിക്കുവാൻ പോകുന്ന ജനം പാടിയ പാട്ടാണ്. We are in the spiritual journey. പ്രിയമുള്ളവരെ, നാം ഈ ആത്മീയ യാത്രയുടെ ഈ ജീവിതത്തിലാണ്. We are going upward there. നാം ആ ഉന്നതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. If Jesus Christ is your Lord and Savior, യേശുക്രിസ്തു നിന്റെ രക്ഷിതാവും കർത്താവുമാണെങ്കിൽ, know these 3 facts in your life. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുക. The Lord is watching over us. യഹോവ നിന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. The Lord is walking beside us. യഹോവ നമ്മളോട് ചേർന്ന് നടന്നുകൊണ്ടിരിക്കുക. And the Lord is working for us. അത് മാത്രമല്ല, യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Oh, what a God we have. എത്രയോ അനുഗ്രഹീതനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. If there is anybody listening to this voice, ഇന്ന് രാത്രി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, and Jesus Christ is not your Lord and Savior, ഇന്ന് രാത്രി യേശുക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല, we welcome you to come to Him. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും. You can give your life to the Lord Jesus. ഇന്ന് രാത്രിയിൽ യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നിനക്ക് കഴിയും. Accept your sins and believe in the Savior. നിന്റെ പാപങ്ങളെ കുറിച്ച് നീ അനുഭവിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുക. You will be enjoying these blessings in your life as well. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലും തുടർമാനമായി അനുഭവിക്കുവാൻ നിനക്കും ഇടയായിത്തീരും. Oh, let us be encouraged in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ധൈര്യം പ്രാപിക്കുവാൻ ഈ സങ്കീർത്തനം ഇടയാക്കട്ടെ. Let us be comforted with these songs of degrees. ഈ ആരോഹണ ഗീതം കൊണ്ട് ആശ്വാസം പ്രാപിച്ചവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. And may we continue our journey upward. നാം ഈ സ്വർഗീയ യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ, as 1 year is gone by, ഒരു വർഷം നമ്മെ പിന്നിട്ട് പോവുകയാണ്. If the Lord tarries to come, another year He will give കർത്താവ് വരുവാൻ താമസിക്കുന്നെങ്കിൽ ഒരു പുതുവർഷം നമ്മുടെ മുമ്പിലുണ്ട്. Will you make a resolution? ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുക്കുമോ? Wipe your tears. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുക. Smile before the Lord. ദൈവമുമ്പാകെ ഒന്ന് ചിരിക്കുക. Sing praises to Him. അവന് വേണ്ടി സ്തോത്രഗീതങ്ങൾ പാടുക. Husband and wife, ഭാര്യയും ഭർത്താവും ഒരുമിച്ച്, parents and children, മക്കളും മാതാപിതാക്കളും ഒരുമിച്ച്, brothers and sisters, സഹോദരി സഹോദരന്മാർ ഒരുമിച്ച്, families and families, നമ്മുടെ കുടുംബങ്ങൾ ഒത്തൊരുമിച്ച്. brethren, let us be revived in our spiritual life. സഹോദരന്മാരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ഉണർവിലേക്ക് പ്രവേശിക്കാം. Let this 108th convention prove that to you and to me. ഈ 108ാമത് കൺവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഒരു തീരുമാനത്തിന്റെ വർഷമായി തീരട്ടെ. May the Lord bless the meditation of His word to your heart and my heart. ഈ വചനങ്ങളെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ആശ്വാസത്തിന് മുഖാന്തരമാക്കി തീർക്കും.